നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയോളമായി. ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. 10 തൊട്ട് ഒരു PM വരെ ആണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡു ലിസ്റ്റ് എല്ലാം ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 1 മന്ത് ടു ഡു ലിസ്റ്റ്, 1 മന്ത് അല്ല, ഏകദേശം ഒരു 3 മന്തിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളും അതിലൊരു 1 മന്ത് കറക്റ്റായിട്ട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഒരു ദിവസം കൂടുതൽ ടോപ്പിക്സ് എടുത്തു. എനിക്ക് തീർക്കാനേ പറ്റാത്ത പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീക്ക് പോട്ടെ, നമുക്ക് നെക്സ്റ്റ് വീക്ക് കുറച്ച് മാറ്റങ്ങൾ വെറുതെ ചെയ്യാം. ഈ ഒരു വീക്ക് ഇങ്ങനെ പോട്ടെ, സൺഡേ വരെ. അപ്പം ഞാൻ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പുറത്ത് പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ കൂടെ പുറത്തേക്ക് പോയിരുന്നു. അവളോട് എന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററിയാണ്. അപ്പം ഈ ഒരു മന്ത് ഞാൻ തീർക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് കേരള ഹിസ്റ്ററി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മുടെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, അതെല്ലാം തന്നെ പോകുന്നുണ്ട്. പിന്നെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് സയൻസിനകത്ത് ബയോളജി, പിന്നെ SCERT ഡെയിലി 2 പാഠങ്ങൾ വെച്ച്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡെയിലി എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. കുറേയൊക്കെ എൻ്റെ ഡിസ്ട്രാക്ഷൻ കാരണവും എൻ്റെ ഭാഗത്തു നിന്ന് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അതല്ലാതെ എനിക്ക് നന്നായിട്ട് തീർക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്തുമാത്രം പറ്റുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക്സാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൾക്ക് ഫീഡിങ് ഡിമാൻഡ് ചെയ്തു. പിന്നെ അവളൊക്കെ ഫീഡ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു 11 മണി വരെ കറക്റ്റായിട്ട് ഒന്നും തന്നെ നോക്കാനായിട്ട് പറ്റിയില്ല. സോ ഇത് ആരെങ്കിലും മദർ ആസ്പിറൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അതുവരെ എനിക്ക് പിന്നെ ക്ലാസ് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. യൂട്യൂബിൽ കോൺസ്റ്റൻ്റ്ലി ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ വീക്കിട്ട ടോപ്പിക്സ് എല്ലാം. അതല്ലാതെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു 11 to 3 മണിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓരോ ടോപ്പിക്സും എത്ര നേരം എന്ന് ഞാൻ എഴുതി വെച്ചു. അപ്പം ഞാൻ അയ്യങ്കാളി പഠിക്കുകയാണെങ്കിൽ 12 തൊട്ട് 12:30 വരെ എഴുതി വെച്ചു. അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് ടൈം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തിനുള്ളിൽ തീർക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം എടുക്കും. ഇപ്പം അയ്യങ്കാളി ഞാൻ 12:30 എന്ന് പറഞ്ഞപ്പോൾ അയ്യങ്കാളി 12:30 തീർത്തു. അത് ഞാൻ ഓരോന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി അറിയാം ഇന്ന സമയത്ത് എന്ത് ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ പിന്നെ വേറെ ഒന്നിലേക്കും നമ്മുടെ മൈൻഡ് പോകത്തില്ല. പിന്നെ ഞാൻ പ്രീവേക്യൂ പ്രാക്ടീസാണ്. ഇതെൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രീവേക്യൂ ബുക്കാണ്. അപ്പം ഈ ബുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെയ്ഡ് പ്രൊമോഷനല്ല, നല്ല ബുക്കാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ്. അതുപോലെ തന്നെ മലയാളവും മാത്സും. ഇപ്പം മലയാളം എനിക്കൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലളിത മലയാളത്തിൻ്റെയും ഫ്രണ്ട്ലി PSCയുടെയും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മലയാളം പ്രാക്ടീസ് ഇപ്പം പിന്നെ ടെലഗ്രാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ബുക്ക് വാങ്ങണം. ബുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ തേടി, കാരണം നമുക്ക് ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ തേടി പിന്നെ പോകേണ്ട കാര്യമില്ല. അപ്പം ബുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ആക്ച്വലി ഒരു 3 o'clock വരെ പഠിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ 2 മണിക്ക് അവളെ 2:30 അപ്പോൾ ഫീഡ് ചെയ്യാൻ പോയി. ഞാൻ ഉറങ്ങിപ്പോയി. അവിടെ അടുത്ത് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. സോ എനിക്ക് ഭയങ്കര ഗിൽറ്റായിരുന്നു. നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞ് ഇതിപ്പം ഓഗസ്റ്റ് 8-ാം തീയതിയിലെ എൻ്റെ ടു ഡു ലിസ്റ്റാണ്. അന്ന് ഞാൻ കുറേ ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. SCERTയുടെ ഇടപിരിയുന്ന ജനിതകവും പിന്നെ ആകാശക്കണ്ണുകളും. അത് ആകാശക്കണ്ണുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. 10ാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും SCERTയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറെ SCERT ഒന്നും പഠിച്ചില്ലെങ്കിലും 10, 9 പഠിക്കണം. അപ്പോൾ അതിനൊന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിപ്പം അന്നും പക്ഷേ എനിക്ക് കറക്റ്റായിട്ടൊന്നും തന്നെ കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തു, കുറേയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീഡിയോസ് എടുത്തില്ല അതിൻ്റെ ഒന്നും. ഇത് പിന്നെ ഇന്നത്തെയാണ് സൺഡേ ഞാൻ ജസ്റ്റ് റിവ്യൂ ചെയ്യുകയാണ് ഞാൻ എന്തുമാത്രം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ 50 ടോപ്പിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ച പഠിക്കാനായിട്ട്. അതിനകത്ത് 12 or 15 ടോപ്പിക്സ് മാത്രമേ ഞാൻ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അതായത് 25% പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെ 25% നിൽക്കുന്ന ഞാൻ എങ്ങനെ സങ്കടപ്പെട്ട് കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രിലിംസിലില്ലായിരുന്നു. കാരണം സങ്കടപ്പെട്ട് കാര്യമില്ല. ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇടുന്നവരുണ്ട്. ഇപ്പോൾ PSCക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ ഏത് അവസ്ഥയിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പം 25% മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്നൊക്കെ ഞാൻ എഴുതുവാണെങ്കിൽ എനിക്കൊരു പ്രോപ്പർ റുട്ടീൻ സെറ്റ് ചെയ്യണം. അതുപോലെ തലേദിവസം തന്നെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ പഠിക്കണമെന്ന്. സ്ലീപ്പ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യണം. അതുപോലെ കുറച്ച് പീപ്പിൾ പ്ലീസിങ് ഒക്കെ കുറയ്ക്കണം. അതൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നെക്സ്റ്റ് വീക്കിൽ വരുത്തുന്നത്. കാരണം ഈ വീക്കിൽ ഞാൻ ഒരു സ്റ്റഡി ചാലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, 7 day. അപ്പോൾ എനിക്കില്ലാത്തൊരു കാര്യം കൺസിസ്റ്റൻസിയാണ്. ഇന്ന് ഞാൻ ഇപ്പം 2:30 വരെ 3 വരെ പഠിച്ചാലും നെക്സ്റ്റ് ഡേ ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം ഡിസ്ട്രാക്ഷനാണ്. ഞാൻ എന്തെങ്കിലും സ്റ്റഡി വീഡിയോസ് നോക്കാനായിട്ടായിരിക്കും യൂട്യൂബിൽ കയറുന്നത്. എന്തെങ്കിലും ഒരു വീഡിയോ കാണും, സ്റ്റഡി വ്ളോഗായിരിക്കും. പിന്നെ ആ സ്റ്റഡി വ്ളോഗിൽ നിന്ന് പിന്നെ തെന്നി മാറി വേറെ ഏതെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയെങ്കിലും പോകും. പിന്നെ അങ്ങ് ഷോർട്സിലേക്ക് പോകും. ഷോർട്സ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ പ്രശ്നമുണ്ട്.
അപ്പോൾ ഈ 7 ഡേയ്സ് ലൈക്ക് യൂട്യൂബിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊന്നും ഞാൻ കാണില്ല എന്ന് വിചാരിച്ചു. സ്റ്റഡി വ്ളോഗ്സ് ഞാൻ കാണും, അതുപോലെ തന്നെ പഠിക്കാനുള്ള ടോപ്പിക്സ്. അതല്ലാതെ ചുമ്മാ പാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും 7 ഡേയ്സ് കാണില്ല. പിന്നെ ഡെയിലി കൺസിസ്റ്റൻ്റ്ലി മിനിമം 4 hours പഠിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടി ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മിനിമം 4 അവർ പഠിക്കണം, പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് കാണണം. അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസിന് താഴെ കുറേ കമൻറ്റ്സ് വരാറുണ്ട്, എനിക്കും ഇതേ സിറ്റുവേഷനാണ്, ടൈമില്ല എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പം PSC ജോബ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 8 hours നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കണ്ടേ. അപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മൾ ആ ജോലിക്ക് പോകണ്ടേ. അപ്പം നമുക്ക് സമയം കണ്ടെത്താൻ പറ്റില്ലേ? അപ്പോൾ സമയം കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഇപ്പം നമുക്ക് വേണ്ടി തന്നെ ഒരു 4 hours കംപ്ലീറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണും, എന്നാലും നമുക്ക് വേണ്ടി നമ്മുടെ കരിയറിന് വേണ്ടി 4 hours കംപ്ലീറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.